ഹായ് ഗൈസ്, ഞാൻ ശങ്കസ് ബ്ലോഗിൽ ശങ്കറിൻ്റെ അമ്മയാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ വിരിഞ്ഞ താമരയെ കാണിക്കുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നമുക്ക് താമരയെ നോക്കാം. ഞങ്ങളുടെ വീട്ടിൽ ഈ ആഴ്ചയിൽ വിരിഞ്ഞ പൂവാണ് ഇത്. ഇതിൻ്റെ പേര് അഖില എന്നാണ്. കണ്ടോ, എന്നെക്കാട്ടിയും പൊക്കം കണ്ടോ, ഇത്രയും പൊക്കത്തിൽ അത് വിരിഞ്ഞ് നിൽക്കുന്നത്. ഇത് വിരിഞ്ഞിട്ട് 3-4 ദിവസമായി. ഇന്നും കൂടെയൊക്കെ ആകുമ്പോൾ ഇന്നത് കൊഴിഞ്ഞ് കിടക്കുന്നതാണ്. ഇതളുകൾ കൊഴിഞ്ഞ് കിടക്കുന്നതാണ്. ഇന്നും കൂടെയൊക്കെ ആകുമ്പം ഇത് കൊഴിഞ്ഞു പോകും. അതിൻ്റെ അടുത്ത മുട്ട വന്ന് നിൽക്കുക. കണ്ടോ, അടുത്ത മുട്ട വന്നിട്ടുണ്ട്. അതിന് 2-3 ദിവസത്തിനകം അത് വിരിയും. ഈ താമരയുടെ ഇതിൻ്റെ പേരാണ് യെല്ലോ പിയോണി. ഇന്നലെ ഇതിനകത്ത് നല്ല ഒരു പൂവുണ്ട്. ഇതിനകത്ത് മഴ ആയതുകൊണ്ട് ഇത് ചാഞ്ഞ് നിൽക്കുകയാണ്. ഇങ്ങനെ ഞാൻ മൂന്നൊക്കെ കൊടുത്ത് ഇങ്ങനെ വയ്ക്കുന്നത്. യെല്ലോ പിയോണി, ഇതിൻ്റെ പേരാണ് യെല്ലോ പിയോണി. അതിനകത്ത് ഒരുപാട് കഴിഞ്ഞ് പൂവൊക്കെ കഴിഞ്ഞ്, എന്നാലും ഇതിനകത്ത് അടുത്ത മുട്ടകളൊക്കെ വരുന്നുണ്ട്. ആണല്ലോ, ഇതിൻ്റെ പേര് പൂ കഴിഞ്ഞപ്പോൾ കരിഞ്ഞ് വേറൊക്കെ നിൽക്കുക. അതിൻ്റെ പേര് പിങ്ക് ക്ലൗഡ് എന്നാണ്. ഇതിൻ്റെ ഈ താമരയുടെ പേര് ഗ്രീൻ ആപ്പിൾ. ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ പറക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പേര് ഗ്രീൻ ആപ്പിൾ. ഇത് റാണി റെഡാണ്. ഇതിൻ്റെയൊക്കെ പൂ ഇപ്പം കഴിഞ്ഞ് പണി ആയതുകൊണ്ട് ഇവിടെയൊക്കെ സാധനങ്ങളൊക്കെ പറക്കി വെച്ചുകൊണ്ട് താമരയുടെ പറക്കി അങ്ങനെ നിൽക്കുവാണ്. ഇതിനകത്തൊക്കെ ഇപ്പോൾ മുട്ട വരും. ഇത് മുട്ട വരാനുള്ള സ്റ്റാൻഡ് ലീഫാണിത്. അതിൻ്റെ പൂ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. പൂ കഴിഞ്ഞ് റാണി റെഡിൽ മുട്ട് ഉണ്ട്. റാണി റെഡാണ്. അപ്പം 2 ദിവസത്തിനകം അത് വിരിയും. 2 ദിവസത്തിനകം റാണി റെഡ് മുട്ട് വിരിയും. മഴ ആയതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. ഇന്നത്തെ പൂവുണ്ട്. യെല്ലോ പിയോണിയാണിത്. ഇന്നിപ്പം വിരിഞ്ഞ് കാറ്റ് തട്ടി വീണ് ഒക്കെയാണ്. ഇതെല്ലാം നമ്പരത്തിൽ കൊടുക്കാനായിട്ട് എൻ്റെ പൂ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വീഡിയോ ചെയ്യുന്നത് എൻ്റെ മകനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അവന് ഇച്ചിരി കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ ഞാനത് പിടിച്ചത്. കാരണം ഇനിയിപ്പോൾ മഴയൊക്കെ അല്ലേ, എല്ലാം കൊഴിഞ്ഞു പോവുകയോ എന്തെങ്കിലും വന്നില്ല. അപ്പോൾ ഇത് കാണിക്കാൻ പറ്റാത്ത ഒരു ഇതൊക്കെ റാണി റെഡ്. ഇത് യെല്ലോ പിയോണി. പിയോണിയാണ്. റാണി റെഡായിരുന്നു ഇതൊക്കെ. റാണി റെഡിന് മുട്ട വയ്ക്കുന്നുണ്ടോ, റാണി റെഡ്. ഇത് സഹസ്രദളമാണ്. പക്ഷേ ഇതിനകത്ത് ഇതുവരെയും പൂ പിടിച്ചിട്ടില്ല. ഞങ്ങളിങ്ങനെ കാത്തിരിക്കും. ഇതിപ്പം 3-4 റീപോർട്ടിങ് കഴിഞ്ഞതാണിത്. പക്ഷേ ഇതുവരെയും പൂ വന്നിട്ടില്ല. ഇത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും വില കൂടിയ സാധനം അതാണ്. ഇത് യെല്ലോ പിയോണി. ഇവിടെ നിൽക്കുന്ന യെല്ലോ പിയോണിയാണ് ഈ ഭാഗത്തോട്ട് നിൽക്കുന്നത്. പിന്നെ നമ്മൾ വിറ്റുപോയി, ഇവിടെയൊക്കെ നിന്നൊക്കെ വിറ്റുപോയി. ഇത് യെല്ലോ പിയോണിയാണ്. ഞങ്ങൾ താമരകളെ കണ്ടില്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ഞങ്ങളുടെ ബുദ്ധനാണ്, ഞങ്ങളുടെ വീടിൻ്റെ ബുദ്ധനാണ്. ഗൈസ്, ഞങ്ങളുടെ കിണർ കാണണം നിങ്ങൾക്ക്. ഞങ്ങളുടെ കിണറെന്ന് വെച്ചാൽ ഗ്രാമഫോണിൻ്റെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുകയാണ്. കണ്ടോ, ഗ്രാമഫോണാണ്. കണ്ടോ, മകനാണ് ഈ വീഡിയോയുടെയൊക്കെ ആൾ. അവന് ഇന്ന് പറ്റിയില്ല വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി. ഇതിപ്പോൾ അഖില മിക്കവാറും ഇന്നങ്ങ് കൊഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്.
നിങ്ങൾക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല. നമ്മുടെ ഇത് കയ്യൂന്നി, തക്കാളി, ഇങ്ങനെയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിന് നിങ്ങൾക്കറിയാമോ? ഈ ചെടി നിങ്ങൾക്കറിയാമോ? ഇതിൻ്റെ പേര് വിക്സ് തുളസി എന്ന്. വിക്സ് തുളസി, വിക്സിൻ്റെ മണമുള്ള തുളസി. പിന്നെ രാമ തുളസിയുണ്ട്, കൃഷ്ണ തുളസിയുണ്ട്. ഞങ്ങളുടെ വീട് ഇന്ന് വീഡിയോ ചെയ്യാൻ എൻ്റെ മോന് പറ്റിയില്ല. അതുകൊണ്ട് ഞാനങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഈ താമരയുടെ വിത്ത് ആവശ്യം അല്ലെങ്കിൽ ട്യൂബർ ആവശ്യമുള്ളവർ ഞങ്ങളുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. അത് പോട്ടോട് കൂടി വിൽക്കുന്നുണ്ട്. ഇത്രയും പാത്രത്തോടെ ഈ പൂ പിടിച്ച് നിൽക്കുന്നത് ഇങ്ങനെ തന്നെ വിൽക്കുന്നുണ്ട്. ഇപ്പോൾ അല്ലാതെ വിൽക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ തൈ എത്തിക്കുകയോ ട്യൂബർ എത്തിക്കുകയോ അല്ലെങ്കിൽ പോട്ടോട് കൂടി എത്തിക്കുകയോ ചെയ്യാം. നിങ്ങൾ ആവശ്യമുള്ളവർ നമ്പറിൽ വിളിച്ചാൽ മതി. ശരി, ബൈ. നമ്മുടെ വീടാണ്. ശരി.